ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാവ്യ. അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പഠിക്കുകയാണ്. അവൾക്ക് എക്സാം ആണ്. ബ്രൈഡലിൻ്റെ ഫേസ് മേക്കപ്പ് ആണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനാണ് അവളുടെ മോഡല്. അപ്പോൾ അങ്ങനെ പെട്ടെന്നാട്ടോ നമ്മൾ തീരുമാനിച്ചത്. അവൾ എന്നോട് ചോദിക്കുന്നത് പെട്ടെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിങ്ങും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേറൊരു ചേച്ചി, ഇവിടെ ഒരു മേഘ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ ഡ്രസ്സൊക്കെയാണ് ഞാൻ സംഘടിപ്പിച്ചിട്ട് അവൾക്ക് കൊടുത്തു. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങൾ പറയാനാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്, എങ്ങനെയാണ് അവൾ എൻ്റെ ഫേസിൽ മേക്കപ്പ് ഇട്ട്, അതൊക്കെ കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ ത്രെഡിങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം ഞാൻ അങ്ങനെ ത്രെഡിങ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നേരെ പോയി ത്രെഡ് ചെയ്യായിരുന്നു. ഇവിടെ സാധാരണ ഒരു കുഞ്ഞ് ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് ത്രെഡ് ചെയ്യാൻ. അപ്പോൾ ത്രെഡ് ചെയ്തു. ബാക്കി നമുക്ക് കാണാം. ഞാൻ 2 ദിവസം മുന്നേ തന്നെ ത്രെഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഷോപ്പ് എന്നായിരുന്നു. എനിക്ക് അവിടെ നിന്ന് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവളുടെ വീട്ടിലോട്ടാട്ടോ നേരെ പോയിട്ടുണ്ടായിരുന്നത്. അവൾ എടുത്തു വെച്ച സാരി നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അതെനിക്ക് ഫിറ്റ് ആവുന്നുണ്ടായില്ല ബ്ലൗസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മേഘ എന്ന് പറഞ്ഞിട്ട് ചേച്ചീൻ്റെ അടുത്ത് നിന്ന് വേറെ സാരി വാങ്ങിച്ച് പിന്നെ അവൾക്ക് ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു 8:30 ആകുമ്പോഴാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിള്ളേരെയൊക്കെ വിട്ടിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോഴത്തേക്ക് അവൾ ഏകദേശമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാരി ഉടുപ്പിച്ചു. പിന്നെ എൻ്റെ മുടിയിൽ അവൾ ഫ്രണ്ട് പാർട്ടീഷൻ ആക്കിയിട്ട് അവളെന്താ ബ്ലോ ഡ്രൈ ചെയ്തു. ആദ്യം അവൾക്കെന്തോ ക്രിമ്പ് ചെയ്തിടണം എന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം ബ്ലോ ഡ്രൈ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു. ഇതാണ് അവളുടെ കോളേജ്. അങ്ങോട്ട് നമ്മൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് മുടിയൊക്കെ ഒരു കോലമായി. അവൾ എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു എൻ്റെ മുടിയിൽ ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രിമ്പിങ് എന്നാണ് പറഞ്ഞതുള്ളൂ കേട്ടോ. ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അവൾ പറഞ്ഞത് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അവളുടെ ഫ്രണ്ട്സാണ്, അവളുടെ കൂടെ പഠിക്കുന്ന കുറച്ച് കൂട്ടുകാരാണ്. എന്താ പ്രേം എന്ന മറ്റുമാണ് ആ ഒരാളുടെ പേര് പറഞ്ഞത്. പിന്നെ ശില്പാന്നും അങ്ങനെ കുറേയൊക്കെ പേര് പറയുന്നത് കേട്ടു. പിന്നെ എന്നെ അവൾ അവിടെ എടുത്തിട്ട് മുടിയൊക്കെ റെഡിയാക്കി തന്നു, മുല്ലപ്പൂവൊക്കെ വെച്ച് തന്നു. പിന്നെ അവൾ ക്രീമൊക്കെ ഇട്ട് തന്നു കേട്ടോ. ആദ്യമേ മോയ്സ്ചർ ക്രീമൊക്കെ ഇട്ട് തന്നു. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് അവൾ എന്നെ അവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നു. പിന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. എക്സാം തുടങ്ങി. മാം അവരെ ഏൽപ്പിച്ചു ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് മാം വരാമെന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് പോയി. 3/4 മണിക്കൂറിനുള്ളിൽ അവൾ തന്നെ ഫുൾ റെഡിയാക്കിയിട്ട് സെറ്റപ്പ് ആക്കി. അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോ ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുക്കായിരുന്നു. ഫോൺ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇത്തിരി വീഡിയോ എടുത്തു. അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഓരോന്നൊക്കെ ചോദിച്ചിരിക്കുകയായിരുന്നു, നീ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ. അവളാകെ എന്തോ ഒരു പാനിക്ക് പോലെയായിരുന്നു, എന്തൊക്കെയോ ആയിരുന്നു. പിന്നെ ഞാൻ കുറേയൊക്കെ ചോദിച്ചു, നീ അത് ചെയ്തോ ഇത്. എന്നോട് ആദ്യമേ അവൾ പറഞ്ഞിരുന്നു നീ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കണമെന്ന്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അവളോട് എല്ലാവരെയും സ്റ്റുഡൻസിനെയൊക്കെ